ഇപ്പോൾ ഏഞ്ചലോ മാത്യൂസ് ഇതൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ടാകും. ബംഗ്ലാദേശ് ക്രിക്കറ്റിൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ കുറിച്ച് 2023 ഏകദിന ലോകകപ്പ് വേദിയിൽ അയാൾ നടത്തിയ പ്രതികരണവും പ്രതിഷേധവും മറക്കാത്തവരാണ് നമ്മൾ. ടൈം ഔട്ടിലൂടെ പുറത്തായ ആദ്യ അന്താരാഷ്ട്ര താരം ലങ്കൻ ബാറ്ററുടെ വിചിത്ര പുറത്താകൽ പിൽക്കാലത്ത് വലിയ കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത്. നാഗിൻ ഡൻസിലൂടെ തുടങ്ങിയ ലങ്ക ബംഗ്ലാദേശ് കുടിപ്പക ഇതോടെ പുതിയ ഉയരത്തിലെത്തി. ഹെൽമെറ്റ് ഉയർത്തിക്കാട്ടി മുഷ്ഫിഖുർ റഹീം ലങ്കയ്ക്കെതിരായ വിജയം ആഘോഷിച്ചതും മറുപടിയായി പരമ്പര നേടിയതിനു പിന്നാലെ പരിശീലന ജേഴ്സി അണിഞ്ഞ് ട്രോഫി വാങ്ങിയതുമെല്ലാമായി ഒട്ടേറെ സംഭവങ്ങളാണ് തുടർച്ചയായി ഉണ്ടായത്. എന്നാൽ ബംഗ്ലാദേശ് ക്രിക്കറ്റിനും അവരുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിനും യാതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. ക്രിക്കറ്റ് നിയമങ്ങളാണോ ധാർമ്മികതയാണോ വിജയിക്കേണ്ടത് എന്ന ഒരു ഡിബേറ്റും ഇവിടെ ഉയർന്നിരിക്കുന്നു. ധാക്ക ഷേറെ ബംഗ്ലാ നാഷണൽ സ്റ്റേഡിയമാണ് വേദി. ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ നേരിടുന്നു. ആദ്യം ബാറ്റ് ചെയ്ത പാക് ടീം മുഹമ്മദ് റിസ്വാന്റെയും സൽമാൻ അലി ആഗയുടെയും ബാറ്റിംഗ് കരുത്തിൽ മികച്ച സ്കോറിലേക്ക് മുന്നേറുകയാണ്. ഇതിനിടെയാണ് മൈതാനത്ത് നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. 39-ാം ഓവറിലെ 4-ാം പന്ത് മെഹദി ഹസൻ എറിഞ്ഞ ലെങ്ത് ബോളിനെ മുഹമ്മദ് റിസ്വാൻ ഡിഫെൻഡ് ചെയ്തു. നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ മെഹദിയുടെ നേരെയാണ് പന്തെത്തിയത്. ഈ സമയം ക്രീസിന് പുറത്തായിരുന്ന സൽമാൻ അലി ആഗ ബംഗ്ലാദേശ് ബോളർക്ക് പന്തെടുത്ത് നൽകാനായി ഒന്ന് കുനിഞ്ഞു. എന്നാൽ ഈ സമയം പന്ത് കൈവശപ്പെടുത്തിയ ബംഗ്ലാ ബോളർ ബെയിലിളക്കി വിക്കറ്റിനായി അപ്പീൽ ചെയ്തു. അത് കണ്ട് അമ്പയർ പോലും ഒന്ന് ചളുങ്ങി. എന്താണ് സംഭവിച്ചതെന്നറിയാതെ പാക് ബാറ്റർ സൽമാൻ അലി ആഗ എതിർ താരങ്ങളെ ഒന്ന് നോക്കി. ബോൾ ഡെഡാണെന്ന് കരുതി പന്തെടുത്ത് നൽകാനാണ് കുനിഞ്ഞതെന്ന് ആഗ ബംഗ്ലാ താരങ്ങളോടായി പറയുകയും ചെയ്തു. പക്ഷേ അതൊന്നും ബംഗ്ലാദേശിനെ കുലുക്കിയതേയില്ല. ബംഗ്ലാദേശ് ക്യാപ്റ്റൻ കൂടിയായ മെഹദി ഹസൻ മിറാസ് അപ്പീലിന് പോകാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് ഫീൽഡ് അമ്പയർ തീരുമാനം തേർഡ് അമ്പയർക്ക് വിട്ടു. പിന്നാലെ ആകെ റണ്ണൌട്ടാണെന്ന് സ്റ്റേഡിയത്തിലെ ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞു. ഇതോടെ നിയന്ത്രണം നഷ്ടമായ പാക് താരം ബംഗ്ലാ താരങ്ങൾക്കെതിരെ ആക്രോശിക്കുന്നതാണ് കണ്ടത്. ഹെൽമെറ്റും ഗ്ലൗസും നിലത്തേക്കെറിഞ്ഞ ആഗ നിരാശ പരസ്യമാക്കിയാണ് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നെടുത്തത്. മത്സരത്തിൽ 62 പന്തുകൾ നേരിട്ട താരം 64 റൺസ് എടുത്താണ് പുറത്തായത്. മത്സരത്തിൽ 128 റൺസിന് മികച്ച ജയം പാകിസ്ഥാൻ സ്വന്തമാക്കുകയും ചെയ്തു. പക്ഷേ മത്സരശേഷവും സൽമാൻ അലി ആഗയുടെ റണ്ണൌട്ടുമായി ബന്ധപ്പെട്ട അലിയൊലികൾ ക്രിക്കറ്റ് സർക്കിളുകളിൽ അവസാനിക്കുന്നില്ല. സംഭവത്തിൽ 2 തട്ടിലാണിപ്പോൾ ആരാധകർ. ക്രിക്കറ്റിന്റെ മാന്യതയ്ക്ക് നിരക്കാത്തതാണ് മെഹദി ഹസന്റെ ഡിസിഷൻ എന്ന വാദമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. ബംഗ്ലാ താരത്തിന് പന്തെടുത്തു നൽകാനാണ് ആകെ ശ്രമിച്ചതെന്നും ഇതിനിടെ ഇത്തരത്തിൽ ഔട്ടാക്കിയത് ചതിയാണെന്ന വാദവുമാണ് മറ്റൊരു പക്ഷം പ്രധാനമായും ഉയർത്തുന്നത്. എന്നാൽ പന്തെടുത്ത് ബൗളർക്ക് നൽകേണ്ടതല്ല ബാറ്ററുടെ പണിയെന്ന മറുവാദവും ഉയർന്നു വരുന്നു. അതേസമയം ICC നിയമം അനുസരിച്ച് ഒരു ഫീൽഡർ മനഃപൂർവ്വം ബാറ്ററെ തടസ്സപ്പെടുത്തുന്നത് കുറ്റകരമാണ്. മെഹദി ഹസൻ പന്ത് ഫീൽഡ് ചെയ്യാനല്ല, മറിച്ച് ആഗക്ക് തിരികെ ക്രീസിലേക്ക് വരാനുള്ള വഴി തടസ്സപ്പെടുത്താനാണ് ശ്രമിച്ചതെന്ന് കണ്ടെത്തിയാൽ അത് ഡെഡ് ബോളായി പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ തേർഡ് അമ്പയർ പരിശോധനയിൽ ഔട്ടെന്ന് വിധിച്ചതോടെ ഔട്ട് ലീഗലാണെന്ന് തെളിഞ്ഞു. ഔട്ട് വിധിച്ച തീരുമാനത്തിനെതിരെ മത്സരശേഷവും സൽമാൻ ആഗ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. അവരിൽ നിന്ന് സ്പോർട്സ്മാൻ സ്പിരിറ്റ് പ്രതീക്ഷിച്ചിരുന്നു. മെഹദി ചെയ്തത് നിയമപരമായി ശരിയായിരിക്കാം, എന്നാൽ ഞാനതിനെ വ്യത്യസ്തമായാണ് കാണുന്നത്. പന്ത് മിറാസിന് എടുത്തു നൽകാനാണ് ഞാൻ ശ്രമിച്ചത്. ഇത് ഡെഡ് ബോളായി വിളിക്കുമെന്നാണ് കരുതിയത്. പന്ത് എൻ്റെ പാഡിലും പിന്നീട് ബാറ്റിലും തട്ടിയിരുന്നു. സിംഗിൾ നീ സമയം ഞാൻ ശ്രമിച്ചിരുന്നില്ല, അതിനാൽ റണ്ണൌട്ട് നൽകില്ലെന്നാണ് കരുതിയത്. ബംഗ്ലാ ബോളറുടെ സ്ഥാനത്ത് താനായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഔട്ടാക്കില്ലായിരുന്നുവെന്നും ആഗ പറഞ്ഞു. അതേസമയം സംഭവത്തെ ന്യായീകരിക്കാനാണ് ബംഗ്ലാദേശ് ക്യാപ്റ്റൻ കൂടിയായ മെഹദി ഹസൻ മിറാസ് ശ്രമിച്ചത്. ആകെ റണ്ണിന് ശ്രമിക്കുന്നത് തടയാനാണ് ഔട്ടാക്കിയതെന്നും തൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്നുമാണ് അദ്ദേഹം മത്സരശേഷം പ്രതികരിച്ചത്. എന്തായാലും ടൈം ഔട്ട് വിവാദത്തിന് ശേഷം ക്രിക്കറ്റ് ലോകം മറ്റൊരു ചൂടേറിയ ചർച്ചയിലേക്ക് കൂടി കടന്നിരിക്കുന്നു. സമീപകാലത്തെ ബംഗ്ലാദേശ് പാക് ക്രിക്കറ്റ് ബോർഡുകൾ തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് തുടരുന്നത്. ഒരർത്ഥത്തിൽ ചേട്ടാനിയന്മാരെന്ന് പറയാം. രാഷ്ട്രീയ കാരണങ്ങളാൽ ഇന്ത്യയിലേക്ക് T20 ലോകകപ്പ് കളിക്കാനില്ലെന്ന് ബംഗ്ലാദേശ് നിലപാടെടുത്തപ്പോൾ പൂർണ്ണപുന്തനുമായി ഒപ്പം നിന്ന ഏക ക്രിക്കറ്റ് ബോർഡ് പാകിസ്ഥാൻ മാത്രമായിരുന്നു. ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്ന് ICC പുറത്താക്കിയപ്പോൾ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കുമെന്ന് കാണിച്ച് ഭീഷണി ഉയർത്തി രംഗത്തെത്തിയ പാകിസ്ഥാനെയും നാം കണ്ടതാണ്. ഇതിനു പിന്നാലെ ബംഗ്ലാദേശിൽ ഏകദിന പരമ്പരയ്ക്കെത്തിയ പാകിസ്ഥാൻ എതിർ ടീമിൽ നിന്ന് ഇത്തരമൊരു നീക്കം പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാകില്ല. ടൈം ഔട്ട് വിവാദത്തിനും നാഗിൻ ഡൻസിനും ശേഷം റണ്ണൌട്ട് വിവാദവും മറ്റൊരു ഓർമുഖം തുറക്കുമോ?